ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നേക്കുന്നത്. നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ്. അപ്പോൾ അത് എവിടാണെന്ന് വീഡിയോയുടെ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പോവാം. നമ്മൾ പമ്പിൽ കയറി എണ്ണയൊക്കെ അടിച്ചിട്ടാണ് പോയത്. വോയിസ് ഇങ്ങനെ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മൈക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു നോയ്സ് ആയിരിക്കും. അതാണ് ഓൺ വോയിസ് ഇങ്ങനെ കൊടുക്കുന്നത്. ഒക്കെ നല്ല അടിപൊളി വഴികളാണ്. റോഡ് അവിടെ ഇവിടെ കുറച്ച് പ്രശ്നം വരുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ പോണ വഴിയൊക്കെ രണ്ട് സൈഡിലും മരങ്ങളാൽ തിങ്ങി നിറഞ്ഞ കുറേ വഴികളുണ്ട്. ഈ വഴിയൊക്കെ കാണുമ്പോൾ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും സ്ഥലം എങ്ങോട്ടാണെന്ന് മനസ്സിലായി കാണും. ട്രിവാൻഡ്രത്തുള്ളവർക്ക് മിക്കവർക്കും മനസ്സിലായി കാണും നമ്മളീ പോണത് എവിടെയാണെന്ന്. ഇനി ഒരു രണ്ട് മിനിറ്റും കൂടെ ആകുമ്പോൾ നമ്മുടെ സ്പോട്ട് എത്തുന്നതായിരിക്കും. അതെ ഗൈസ്, വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, നമ്മൾ പോകുന്നത് സുമതി വളവിലോട്ടാണ്. ഞാനും ചേട്ടനും മുന്നേ 12:30-ക്കൊക്കെ ചുമ്മാ ഒരു കൗതുകം തോന്നി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഉമ്മച്ചി ആദ്യമായിട്ടാണ് വരുന്നത്. സുമതി വളവ് മൂവി കണ്ടപ്പോൾ തൊട്ടേ ഉമ്മച്ചിക്കൊരാഗ്രഹം ഒന്ന് പോയി സുമതി വളവ് കണ്ടാലോ എന്ന്. അങ്ങനെ നമ്മൾ മൂന്നുപേരൂടെ ഇറങ്ങി തിരിച്ച് നല്ല മഴയായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് തുടങ്ങിയ മഴയായിരുന്നു. ഒരുപാട് പോസ്റ്റുകളുണ്ടെങ്കിലും ഒരൊറ്റ എണ്ണത്തിൽ പോലും ലൈറ്റ് ഇല്ല. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. കുറച്ച് ഹൊററായിട്ട് തോന്നാനുള്ള കാരണവും എതിരിൽ നിന്ന് വരുന്ന വണ്ടിയുടെ ലൈറ്റ് മാത്രമായിരിക്കും അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മളൊക്കെ കുട്ടിക്കാലം മുതൽക്കേ കേട്ട് വളരുന്ന സുമതി വളവിലെ സുമതിയെക്കുറിച്ചുള്ള ചിന്തകളോടുകൂടിയായിരിക്കും പലരും അത് സുമതി വളവ് കാണാനായിട്ട് പോകുന്നത്. പക്ഷേ അവിടെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. അവിടുത്തെ നാട്ടുകാർക്ക് തന്നെ ഇതുവരെ അങ്ങനെയുള്ള ഒരു അനുഭവങ്ങളും ഉണ്ടായിട്ടില്ല എന്നാണ് അവിടുത്തെ നാട്ടുകാർ നമ്മളോട് പറഞ്ഞത്. അതുമാത്രമല്ല, രാത്രി കാലങ്ങളിൽ ഇതിൻ്റെ പേരും പറഞ്ഞ് ഒരുപാട് മോഷണങ്ങൾ നടക്കുന്നതായിട്ട് അവിടുത്തെ നാട്ടുകാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് ആനിമൽസ് അവിടെ ഇറങ്ങുന്നുണ്ട്. രാത്രി കാലങ്ങളിൽ അതുവഴി പോണവരൊന്ന് ശ്രദ്ധിക്കുക. കാട്ടുപോത്ത്, പന്നി അങ്ങനെയുള്ള മൃഗങ്ങളുടെ ശല്യം അവിടെ ഉണ്ടായിരിക്കും. സുമതി വളവിൻ്റെ കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു അമ്പലത്തിൻ്റെ ആർച്ച് കാണാം. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഫോറസ്റ്റിൻ്റെ ഒരു ഓഫീസ് നമുക്ക് കാണാനായിട്ട് കഴിയും. അതല്ലാണ്ട് വേറെ അവിടെ ഒന്നും ഒരു വീടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, രാത്രി കാലങ്ങളിൽ ടൂ വീലറിൽ വരുന്നവരെല്ലാവരും എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണം. കാട്ടുപോത്തുകൾ ചീറിപ്പാഞ്ഞ് ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോണ ഒരുപാട് കേസുകൾ അവിടെ വരുന്നുണ്ടെന്ന് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട്.
സുമതി വളവ് മൂവി ഇറങ്ങിയതിന് ശേഷം അത്യാവശ്യം ആളുകൾ ഈ സുമതി വളവ് കാണാനായിട്ട് ഇവിടെ എത്തുന്നെന്നും ഇവിടുത്തെ നാട്ടുകാർ പറയുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ചായക്കടയിലോട്ടാണ്. ആ ചായക്കടയിൽ നിന്നാണ് നമ്മൾ അത്യാവശ്യം അവിടെ ഉള്ള സുമതി വളവിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞു തന്നു. പിന്നെ എടുത്തു പറയേണ്ട കാര്യമാണ്, ഒരുപാട് സ്നേഹമുള്ള ആളുകളുള്ള ഒരു നാടും കൂടെയാണ് അവിടെ. നമ്മൾ പിന്നെ നല്ല ചൂട് പഴംപൊരിയും ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് പിന്നെ ഇറങ്ങി. നല്ല മഴയായിരുന്നു. പിന്നെ നമ്മൾ വണ്ടി നേരെ കടയ്ക്കാവൂരോട്ട് വിട്ടു. കടയ്ക്കാവൂർ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോയത്. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അതായിരിക്കണം നമുക്ക് ഇനിയുള്ള വീഡിയോസ് ഇടാനുള്ളൊരു പ്രചോദനവും കൂടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.